കുറച്ച് ഭക്തിഗാനം കേട്ടോണ്ടിരിക്കുമ്പോ പോരെ ജാനകി വേറെ പാട്ടുതാ. ജാനകി ചേച്ചില്ലാണ്ട് എന്ത് കളി, ഞങ്ങളാ ചേച്ചിനെ കണ്ടിട്ടല്ലേ കളി ബുക്ക് ചെയ്തത്. ഡാൻസ്, പാട്ട്, അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അഭിനയിക്കാൻ ശരി, ഇവരെപ്പോഴും എന്നോടത്ത് പറയും ഞാൻ വീരനാട്യവുമായിട്ടുള്ള വന്നത്, കൈകൊട്ടിക്കളിയായിട്ടാണ് വന്നത്. എന്റെ കൂടെ ഡാൻസ് കളിച്ചാൽ ആരാഗ്രഹിച്ചാലും ഞാൻ അവർക്ക് ഒരു അവസരം കൊടുക്കാറുണ്ട്. ഇപ്പൊ കേറാത്ത ആകെ 3 ജില്ലയുള്ളൂ: പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം മിണ്ടാതൊക്കെ ഇരുന്നു. അപ്പൊ കമ്മിറ്റിക്കാര് പറഞ്ഞു ഞങ്ങള് മഴവെള്ളം തയ്യാറാ, ഞങ്ങക്ക് ഇവിടെ എന്തായാലും ജാനകിയുടെ പാട്ട് വേണം, ജാനകിയുടെ ഡാൻസ് വേണം. അപ്പൊ കമ്മച്ചിക്കാരെക്കാളും പിന്നെ കൂടുതൽ പറയണത് ആവേശത്തോടെ ജനങ്ങളാ. അവര് 3 മണിക്കൂർ മഴവെള്ളം തയ്യാറാണ്. പിന്നെ നമ്മൾ എന്തിനാ ബാക്കി നിൽക്കുന്നേ? ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോ പിന്നെ നമ്മളാണ് നമ്മളുടെ കോളേജിലെ ഏറ്റവും വലിയ ഡാൻസ് ഒക്കെ പഠിക്കാൻ അന്നും കൊറിയോഗ്രാഫി ചെയ്തിട്ട് നമ്മള് വേദികളിൽ ചെന്ന് നിൽക്കാറ്. പൂവാടിയിൽ പൂക്കളിറുത്തു, പൂ പോൽ പൊന്മുത്തു ചിരിച്ചു, മൂന്നിലാളി വറ്റിപ്പറഞ്ഞു, നുണക്കുടി കവിൾ മുട്ടി വിളിച്ചു, നിറനിലാവേ നീ മയങ്ങല്ലേ, പിണങ്ങാനിനി വയല്ലോ പൊന്നേ, എന്നാണു മിന്നാരം മിന്നമിനുങ്ങേ കല്യാണം. ഹലോ ആൻഡ് വെൽക്കം ടു ഇൻഫ്രൈം മീഡിയ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു രാജകുമാരിയാണ്. അതെ, വീരനാട്യം എന്ന് പറയുന്ന ആ ഒരു കൈക്കുട്ടിക്കളി സംഘത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ. പ്രത്യേകിച്ച് ഇന്ന് കേരളക്കര അടുത്ത് അറിയുന്ന വൈറൽ താരമെന്ന് തന്നെ പറയാം. മറ്റാരില്ല, നക്ഷത്രയുടെ സ്വന്തം രാജകുമാരി, ആശാൻ എന്ന് വിളിക്കുന്ന ജാനകി ആൻഡ് മറ്റൊരു കലാകാരൻ കണ്ണൻ ബ്രോക്ക് അല്ലെ. ഇന്നലെ ഫസ്റ്റ് പാർട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഞാനൊരു താങ്കളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിനെ താങ്കൾ കാണിച്ചു തരുന്നുള്ളത്. യെസ്, ഇപ്പൊ ഈ നിമിഷം നമ്മൾക്കൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു ഇൻഫ്രൈ മീഡിയ. താങ്ക് യു. ഓക്കെ, അപ്പോൾ വളരെ നാളുകളായിട്ട് നമ്മുടെ വീരനാട്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കലാകാരിയാണ്. അപ്പൊ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ വീരനാട്യം ശരിക്കും എവിടെയാണ് തുടക്കം കുറിക്കുന്നത്? നമ്മൾ ഈ 14 ജില്ലകളുണ്ട് കേരളത്തില്, പക്ഷെ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്നാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കുന്നത് അല്ലെ? അങ്ങനെ സ്റ്റാർട്ടപ്പ് കൊടുത്ത ഒരു ടീം നമ്മുടെ നക്ഷത്രയാണോ? എങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം? ഞാൻ വീരനാട്യവുമായിട്ടുള്ള വന്നത് കൈകൊട്ടിക്കളിയായിട്ടാണ് വന്നത്. കൈകൊട്ടിക്കളി എന്ന് പറയുന്ന ഒരു കലാരൂപം പുരാതന കാലം മുതലേ ഉണ്ടല്ലോ. അപ്പൊ അതിനെ ഒന്നും കൂടി ഭംഗിയായി ചിട്ടപ്പെടുത്തി എടുത്തിട്ട് നമ്മളെ കുടുംബശ്രീക്കാരാണ് അത് മുന്നോട്ട് കൊണ്ടുവന്നത്. നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്തും എല്ലാ പഞ്ചായത്ത് തലത്തിലും ഒരു തരം ഓണാഘോഷത്തിന് 2022 ഓണാഘോഷത്തിന്റെ ഒരു പരിപാടിയിലെ വേദിയിലേക്കാണ് കുടുംബശ്രീക്കാർ അത് കൊണ്ടുവന്നത്, പഴയ കലാരൂപങ്ങളെ. അപ്പൊ നമ്മളെ ക്ഷണിച്ചു, നമ്മളും കുറച്ച് അമ്മമാരും കുട്ടികളൊക്കെ ചേർന്ന് അതവിടെ അവതരിപ്പിച്ചു. അവിടെ ആകെ 2 പാട്ടാണ് അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ നമ്മളുടെ വീടിനടുത്തുള്ള ഒരു എറൻ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിന്റെ ഒരു ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് ഇരിഞ്ഞാലക്കുട, നർത്തന, ആലിംഗനമ്മ ഞങ്ങളും ആ വേദിയിൽ ഒരുമിച്ച് പങ്കിട്ടു. അന്ന് നർത്തന എന്ന് പറയുന്ന ടീമാണ് കൈകൊട്ടിക്കളിനെ ഇത്ര ഫാസ്റ്റായിട്ട് ഇത്രയധികം ചുവടുകളുമായിട്ട് നമ്മുടെ മുന്നിൽ 2 മണിക്കൂർ ഷോയ്ക്ക് കണ്ടത്. ഞങ്ങൾ അവരുടെ ഒരു ഇടവേള ടൈമിൽ സമയം മാത്രമാണ് ചോദിച്ചത്. ഞങ്ങൾ 2 പാട്ടാണ് കളിച്ചത്. പക്ഷേ നർത്തനയാണ് ഞങ്ങളെ കൂടുതൽ പ്രചോദനമാക്കിയത്. കാരണം വെച്ച് കഴിഞ്ഞാല് അവരുടെ കളി എത്ര പവർ ആയിരുന്നു കണ്ടപ്പോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിപ്പോ പുതിയ രീതിയിലേക്കുള്ള പാട്ടുകളൊക്കെ അവര് മാറ്റി ചെയ്തത് കൊണ്ടാണ് കൂടുതൽ ഭംഗിയായി ചിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റിയത്. കാരണം വെച്ചാൽ പഴയ കാലത്ത് ഓണക്കളി വെച്ച് നോക്കുമ്പോ നമ്മള് തൊണ്ടയിൽ നിന്ന് പാട്ട് പാടിയിട്ടാണല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളായിരുന്നത് കളിച്ചു വരുന്നത്. അതിൽ നിന്ന് ആ പാട്ടിനെ പുതിയ രീതിയിലേക്ക്, ആധുനിക രീതിയിലേക്ക് ചിട്ടപ്പെടുത്തിക്കൊണ്ട് മ്യൂസിക്കിന്റെ വെർഷനൊക്കെ മാറ്റി പിടിച്ചപ്പോ താളം ചൂടൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സിനിമാ പാട്ടുകളും മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോ നല്ലൊരു കലാരൂപമായി മാറി. കൈകൊട്ടിക്കളി എന്റെ ഒരു സംശയമാണ്. കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോ അപ്പൊ തൃശ്ശൂരിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. തൃശ്ശൂർക്കാരാണ് കൈകൊട്ടിക്കളി കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് അഭിമാനം മാത്രമുള്ള തൃശ്ശൂർക്കാരാണ്
കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഓണക്കളീനെ കുറിച്ച് പറഞ്ഞു, അപ്പൊ തന്നെ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞു. ശരിക്കും ആദ്യത്തെ കൈകൊട്ടിക്കളി എങ്ങനെയാണ്? നമ്മുടെ ഈ പറഞ്ഞ പോലെ തിരുവാതിരക്കളി എന്നൊക്കെ പറയില്ലേ, ഏകദേശം നമ്മൾ കൈകൾ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇത് കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോൾ അത് സാധാരണ പോലെ പോയിരുന്നതാണോ, അല്ലെങ്കിൽ വെറും പാട്ടുകൾ പറഞ്ഞാൽ തൊണ്ടയോട് കൂടി പാടുന്ന പാട്ടും അങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം? അങ്ങനെയായിരുന്നു. തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും വീരനാട്യവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഇപ്പൊ തിരുവാതിരക്കളി അല്ല ഒരിക്കലും കൈകൊട്ടിക്കളി, കൈകൊട്ടിക്കളി അല്ല ഇപ്പൊ വീരനാട്യം, അങ്ങനെയാണ് ചേർന്ന് കിടക്കണത്. കാരണം ഓണക്കളി എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ കണ്ടിരുന്നത് പുരുഷന്മാര് കൂടുതലും ഒരു 40 പേരൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഒരു 3/4 മണിക്കൂറിന്റെ കളിയാണ് അവർ ചിട്ടപ്പെടുത്തിയെടുക്കുന്നത്. അത് വായിക്കൊണ്ട് പാടി അവരുടെ ആശാൻ പാട്ട് പാടുമ്പോ ചൂട് വെച്ച് കളിക്കും. കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞ് കണ്ടിരുന്നത് എന്റെ മുത്തശ്ശിമാരുടെ പ്രായത്തില് വെറുതെ അമ്മമാര് പണ്ട് ഈ പറഞ്ഞ പോലെ കരണ്ടും വെട്ടവും വെളിച്ചൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഓണക്കാലൊക്കെ ആവാറാവുമ്പോ വെറുതെ അമ്മമാര് ഈ മുണ്ടും ജാക്കറ്റും മാത്രമൊക്കെ എടുത്ത് വെറുതെ താളത്തിൽ ചുവട് വെച്ച് വെറുതെ അവരെ വായ കൊണ്ട് തന്നെ ഇങ്ങനെ പാടി വട്ടത്തിയിൽ ഇങ്ങനെ കളിച്ചു പോകുന്ന ഒരു ശൈലി എന്റെ കുഞ്ഞുനാളില് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് വെക്കേഷൻ ടൈമിലൊക്കെ നമ്മുടെ അമ്മമാരെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ആണ് ഞങ്ങളത് കണ്ടിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട് ചെറുതിലെ. പക്ഷെ അന്നൊന്നും ഇത് അമ്മമാര് കളിക്കുമ്പോ നമുക്ക് എന്താണെന്ന് അറിയില്ല. നമ്മളിങ്ങനെ നോക്കി നിന്ന് രസിക്കും. അവർക്ക് ഇങ്ങനെ ഭംഗിയൊന്നല്ല, അവരുടെ ഒരു സന്തോഷം. ആ കാലഘട്ടത്തില് അവർക്ക് പുറത്തേക്ക് പോവാനോ നമ്മളെ പോലെ ഇങ്ങനെ പുറത്ത് പരിപാടികൾ അവതരിപ്പിക്കാനല്ല, അവരെല്ലാവരും ഓണം ആഘോഷിക്കുന്നതും ഒരു ദിവസം അതൊരു സന്തോഷമായിട്ട് വൈകുന്നേരം ആകുമ്പോ ഒരു 4 മണിയാകുമ്പോ അമ്മമാര് ചോറും കറിയൊക്കെ വെച്ച് പുറത്തേക്കൊന്നും പോവാൻ പറ്റില്ലല്ലോ, പോകാനുള്ള സാഹചര്യങ്ങളല്ല. അപ്പൊ എല്ലാ വീട്ടമ്മമാരും ഒരുമിച്ച് ചേർന്ന് രസം, അത് ഞാൻ എന്റെ ചെറുതില് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നടക്കുന്ന കൈകൊട്ടിക്കളിയും തിരുവാതിരക്കളിയും തമ്മിൽ വളരെയധികം ഡിഫറെന്റ് ആണ്. തിരുവാതിരക്കളി വേറെ, കൈകൊട്ടിക്കളി വേറെ, വീരനാട്യം വേറെ. വീരനാട്യത്തിലേക്ക് എത്തിയപ്പോ കുറച്ചും കൂടി ഫാസ്റ്റായി. ശരിക്കും ഓരോ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നവരാണോ മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുന്നത്? അല്ല, മാറ്റങ്ങൾ നമ്മളായിട്ട് കൊണ്ടുവരണ്ട, ജനങ്ങളായിട്ട് അത് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതെങ്ങനെയാണ് ജനങ്ങളുടെ ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ? അത് നമ്മളിപ്പോ ഒരു പരിപാടിക്ക് സ്ഥലത്ത് ചെല്ലുമ്പോ മിക്കതും ഓണം പരിപാടിയാണെങ്കിൽ ഫുൾ കളർ പരിപാടിയെ ചോദിക്കുള്ളൂ. ഉത്സവ സീസൺ ആണെങ്കിൽ ഫുൾ എൻജോയ്മെന്റ് മാത്രം മതി. നമ്മളിപ്പോ ഗാനമേളക്ക് പോകുന്ന ഒരു ഫീലോട് കൂട്ടുള്ള പാട്ടുകൾ മതി. അതിലിപ്പോ കൈകൊട്ടിക്കളിനേക്കാളേറെ ഇഷ്ടപ്പെടുന്നതും പാട്ടുകൾ കേൾക്കുമ്പോൾ സിനിമാറ്റിക് പാട്ടായാലും വേണ്ടില്ല, അവർക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആണ് ആവശ്യം. അപ്പൊ ചിലപ്പോ ചില കമ്മിറ്റിക്കാർ നമ്മൾ വിളിക്കുമ്പോ ഇന്ന പാട്ടുകൾ വേണട്ടോ ജാനകി നടക്കം പറയും. കാരണം ഓണംകളിയുടെ പാട്ട് അധികം വേണ്ട, നമുക്ക് ഫുൾ എന്റർടൈൻമെന്റ് മതി, ആകെ 2 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ അവര് പറയും, അവര് തന്നെ കുറച്ച് പാട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പൊ അവരെന്നെ നമ്മൾ വിളിച്ചിട്ട് പറയും ഈ പാട്ടൊന്ന് എടുത്തോളോട്ടോന്ന് പറയും. പിന്നെ ചില ആളുകളൊക്കെ വിളിച്ചിട്ട് പറയാം, അമ്പലത്തിന്റെ കളികൾ വരുമ്പോ അവര് പറയും ഭഗവാന്റെ ഇതുള്ള പാട്ടുകള്, സ്തുതികള്, ദേവിയുടെ സ്തുതികള്, ഗണപതിയുടെ പാട്ടുകൾ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചെയ്യും. അമ്പലത്തിലോട്ട് പോകുമ്പോ കുറച്ചൊരു ഇത് വെക്കും അവിടെ. എല്ലാവരും അമ്പലത്തിന്റെ പാട്ട് കാണാൻ വരുന്നവരെല്ലാവരും ഈ എന്റർടൈൻമെന്റിനേക്കാളേറെ കുറച്ച് പ്രായമുള്ളവരുണ്ടാവും, കുറച്ച് അതിന്റെ ഇടയിലുള്ളവരുണ്ടാവും, കുറച്ച് യൂത്ത് ഐക്കനുണ്ടാവും. 3 കലർന്ന ഒരു ഏരിയയാണ്. അപ്പൊ അവിടെ 3 പേരെ ഒരുപോലെ നമ്മൾ സന്തോഷിപ്പിക്കണം. അതുകൊണ്ട് കാര്യം പക്ഷെ ഒരുപോലെ എല്ലാവരും, അല്ലെങ്കിൽ 3 പേരെ ഒരേ രീതിയിൽ നമ്മൾ സന്തോഷിപ്പിക്കണം. യൂത്ത് ഐക്കൺ കുറച്ച് ഭക്തിഗാനം കേട്ടോണ്ടിരിക്കുമ്പോ പോരെ ജാനകി വേറെ പാട്ടുതാ, പുതിയ പാട്ടടിക്ക്, സിനിമാ പാട്ടില്ലേ ചോദിക്കും. അതവര് ഓപ്പൺ ആയിട്ട് തന്നെ വിളിച്ചു പറയും. മൈക്കിൽ കൂടെ അല്ലെങ്കിലും അവര് ഓപ്പൺ ആയിട്ട് പറയും. അപ്പൊ നമുക്ക് മനസ്സിലാവും ട്രാക്ക് മാറ്റാറായി. ജാനകിയും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ട്. നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ആളുകളുടെ അടുത്ത് പോയിട്ടാണ് പറഞ്ഞ പോലെ തന്നെ വീരനാട്യം അല്ലെങ്കിൽ കൈകൊട്ടികളി ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യുന്ന രീതി ഭയങ്കര വ്യത്യസ്തമാണ്. ജാനകി ഈ സാധനമാണ് സംഭവം. ഇത് ശരിക്കും ഇത് കളിക്കുമ്പോ പലരും പല അഭിപ്രായങ്ങളും ഒരു പക്ഷെ ജാനകി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെ. പക്ഷെ എന്നാലും എങ്ങനെയാണ് ഈ സ്റ്റെപ്പുകളൊക്കെ എടുക്കുന്ന കാര്യത്തിൽ, അപ്പൊ ഈ പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യത്തില് എങ്ങനെയാണത് ഇത് വന്നത്? എങ്ങനെയാണ് ജാനകി കളിക്കുമ്പോ ആരും ഇതുവരെ വന്നിട്ട് എന്റെ അടുത്ത് ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടില്ല, അത് മോശമായിരുന്നു എന്നൊന്നും പറയാറില്ല. പക്ഷെ മേ ബി നമുക്ക് കമന്റിലൊക്കെ പറയാറുണ്ട് ജാനകി കളിക്കുന്ന വേറെയാണല്ലോ, കുട്ടികൾ കളിക്കുന്ന അല്ല വേറെയാണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അതുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഞങ്ങള് ആശാന്മാർക്ക് സ്റ്റെപ്പ് ഇടുമ്പോ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്തം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങളത് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോ ചിലപ്പോ കുട്ടികൾക്ക് അത് സാധിക്കാതെ ആയിരിക്കും, ചിലപ്പോ നമ്മളെ മനസ്സറിഞ്ഞാണ് കളിക്കുന്നത്. അതിലിപ്പോ ജനങ്ങൾ അവിടെ ഉണ്ടെന്നോ ഇത്ര പ്രേക്ഷകർ അവിടെ ഉണ്ടെന്നോ അവര് നാളെ നമ്മൾ എന്ത് പറയാൻ പോണെന്നോ ഒന്നും ചിന്തിക്കാതെ മനസ്സറിഞ്ഞ് ആ പാട്ടിനെ ഉൾക്കൊണ്ട് ചിലപ്പോ വരുമ്പോ നമ്മുടെ ആകാരത്തിലോ ശൈലിയിലോ അല്ലെങ്കിൽ മുഖഭാവത്തിലോ വരുന്ന വ്യത്യാസമാണ്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ. ആരൊക്കെ ഇനി എന്ത് പറഞ്ഞാലും
ആ പാട്ടിനോടും ഓളം ഇതുവരെ ഞങ്ങളുടെ ടീമിനായിരുന്നാലും മറ്റുള്ള സ്ഥലത്തും കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും എത്ര പാട്ട് കളിച്ചാലും പോരാ പോരാ ജാനകി ഇനി വേണം ഇനി വേണം. കഴിയുമ്പോഴും വൈൻഡ് അപ്പ് സോങ് ജാനകി ആയാലും സന്തോഷമുള്ളൂ ജനങ്ങൾക്ക്. അത് ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളൂ. പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? പ്രേക്ഷകരെന്ന് വെച്ചാ ചിലവര് നമ്മളോട് അകമഴിഞ്ഞ സ്നേഹമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിലവര് അത് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ പാട്ട് വരുമ്പോ ഒരു മാലയിട്ടോ ഒരു ഹാരം നൽകി, അല്ലെങ്കിൽ ഒരു ഹാരം നൽകിയോ, ഒരു തലയിൽ കിരീടം വെച്ചോ, അല്ലെങ്കിൽ നോട്ടുമാലിട്ടോ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോ അവര് പറയും നമ്മളോട് സ്വകാര്യമായിട്ട് ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാനൊരു മാസം മുമ്പായി ജാനകി തുടങ്ങിയിട്ട് സ്റ്റെപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോ കളിച്ചോ. എനിക്കതിലൊരു ഇതൊന്നും തോന്നാറില്ല കേട്ടോ. കാരണം ചിലതാണായിരുന്നാലും പെണ്ണായിരുന്നാലും കുട്ടികളായിരുന്നാലും ഞാൻ അവരൊരിക്കലും മാറി നിൽക്കുക അങ്ങോട്ട് എനിക്ക് മേത്ത് ടച്ച് ചെയ്യാൻ പാടില്ല, അവർ കളിക്കട്ടെ അങ്ങനത്തെ ഒരു ഇതും ഞാൻ ഇതുവരെ ഒരു വേദിയിലും കാണിക്കാറില്ല. കാരണം വന്നിരിക്കുന്ന പ്രേക്ഷകർ എന്തായിരുന്നാലും സാധാരണക്കാരാണ്. ഒരാൾ പോലും അതിൽ ഇപ്പൊ ലക്ഷറി ആൾക്കാർ വന്നിരുന്ന് ഇത്രയും മണിക്കൂർ നമുക്ക് വേണ്ടി മഴയോ വെയിലോ ചൂടോ ഒന്നും സഹിച്ച് അധികം പേരൊന്നും അവിടെ എണ്ണത്തിൽ 1-2 പേരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവർക്ക് മുന്നിൽ എന്തിനാണ് ഈ ജാട, അവരോട് എന്തിനാണ് ഈ മാറി നിൽക്കാൻ പറഞ്ഞത്? അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ആ പ്രേക്ഷകർ അമ്മയായാലും എത്ര ഏജ് ഇല്ലാത്തവരായിരുന്നാലും ഏജ് ഉള്ളവരായിരുന്നാലും ഞാൻ ഒരേ പരിധിയിൽ നിർത്തിയിട്ട് തന്നെ ചെയ്യാറുള്ളൂ. എന്റെ കൂടെ ഡാൻസ് കളിച്ച് തന്നെ ആരാഗ്രഹിച്ചാലും ഞാൻ അവർക്ക് ഒരു അവസരം കൊടുക്കാറുണ്ട്. വീട്ടിൽ വരുമ്പോ ചിലപ്പോൾ വഴക്കായിരിക്കാം, ചിലപ്പോൾ ജനങ്ങൾ അവൾക്ക് വേറെ പണിയില്ലേ, അവൾക്ക് നാണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റുകൾ വരെ ആയിരിക്കും. പക്ഷെ അതിനെ ഞാൻ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളൂ. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ. ആ ഇഷ്ടത്തെ നമ്മൾ മറിയാതെ പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇഷ്ടത്തെ ബഹുമാനിക്കുന്നു. എന്നെ അവർ ബഹുമാനിക്കുന്നതുകൊണ്ടാണല്ലോ. ഒരാളോടല്ലല്ലോ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത്. ഞാൻ ആ രീതിയിൽ തന്നെ എടുത്തുള്ളൂ. ജനങ്ങൾക്ക് ലാസ്റ്റ് കമ്മിറ്റിക്കാർ ഇപ്പൊ നമ്മളോട് വിളിച്ചു പറയും, നമ്മളെ മറ്റേ പാട്ടിന് എന്തായാലും നമുക്ക് ഒരുമിച്ച് കളിക്കണോട്ടെ ജാനി, എന്ത് ദിക്കും തിരക്കോടെ നടന്നോട്ടെ, ആ പാട്ട് ഞങ്ങൾക്കുള്ളതാണ്. അപ്പൊ അതും ആയിക്കോട്ടെ. അല്ലെങ്കിൽ മണിച്ചേണ്ട നമ്മൾ DJ സെറ്റ് ചെയ്തിരിക്കുന്ന പാട്ടായിരുന്നാലും നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ വിളിക്കുമ്പോ തന്നെ പറയും, ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഒരുമിച്ച് കളിക്കണം. അതിപ്പോ സത്യം പറഞ്ഞാൽ കൂടുതലും ജാനകി കളിക്കുമ്പോഴായിരിക്കും സപ്പോർട്ട് വരാ. അപ്പൊ പിള്ളേരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പിള്ളേര് പണ്ടത്തെ പോലെ ഒന്നല്ല, കുറച്ചധികം ഫാൻസ് നമുക്കും പിള്ളേരായി തുടങ്ങി. ആദ്യം പിള്ളേർക്ക് ഇതൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ കമ്മിറ്റിയൊക്കെ യൂത്ത് ഐക്കണാണ്. പക്ഷെ അവര് ഭയങ്കര സപ്പോർട്ടിങ് ആണ്, അവരെ പേരൻസ് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. നമ്മളെ കുട്ടികളോടായിരുന്നാലും ജനുവലായിട്ട് ഇപ്പൊ എന്റെ ടീമാണെന്നൊന്ന് പറയുമ്പോ തന്നെ ഭയങ്കര റെസ്പെക്ട് ആണ്. നക്ഷത്ര, അതെ, തിളങ്ങി നിൽക്കുന്ന സ്റ്റാർ. അതെ. ഓക്കെ, അങ്ങനെ ഒത്തിരി പേരുണ്ട് സ്റ്റാർ ആയിട്ട് കൂടെ കളിക്കാനായിട്ട്. വെയിലത്തും മഴയത്തൊക്കെ കളിക്കാനായിട്ട്. മഴയത്തും കളി കിട്ടിയിട്ട് തോന്നുന്നുണ്ടല്ലോ. മഴയത്ത് നമ്മൾ ഒരുപാട് കളി കളിച്ചു. അതില് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കളിസ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോ തുടങ്ങി മഴയാ. അപ്പൊ നമ്മള് വിചാരിച്ചു കളിക്കേണ്ടി വരില്ല. ഒന്നാമത് സെറ്റ് മുണ്ടായുള്ള പേരിൽ ഒരു കംഫർട്ട് സ്ത്രീകളുടെ ഒരു ഇത് പോകുമല്ലോ. അതൊരു ഇറൻ വരുമ്പോ എന്തായാലും മാനുവലായിട്ട് അതിന്റെ ഗോസിപ്പും നമ്മൾ കേൾക്കേണ്ടി വരും. കുട്ടികളെ പ്രായം ആരും നോക്കാറില്ല. അപ്പൊ അത് വലിച്ചു കീറി കൊല്ലും കൊച്ചുങ്ങളെ. എന്നെ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം മിണ്ടാതൊക്കെ ഇരുന്നു. അപ്പൊ കമ്മിറ്റിക്കാര് പറഞ്ഞു, ഞങ്ങള് മഴ കൊള്ളാൻ തയ്യാറാ, ഞങ്ങൾക്ക് ഇവിടെ എന്തായാലും ജാനകിയുടെ പാട്ട് വേണം, ജാനകിയുടെ ഡാൻസ് വേണം. അപ്പൊ കമ്മച്ചിക്കാരെക്കാളും പിന്നെ കൂടുതൽ പറയണത് ആവേശത്തോടെ ജനങ്ങളാ. അവര് 3 മണിക്കൂർ മഴ കൊള്ളാൻ തയ്യാറാണ്. പിന്നെ നമ്മൾ എന്തിനാ ബാക്കി നിൽക്കുന്നേ? അപ്പൊ നമ്മള് നിങ്ങളോടൊപ്പം മഴയായിരുന്നാലും വേണ്ടിയില്ല കളിക്കുന്നേ. അങ്ങനെ ഒത്തിരി വേദികള് ആ കമ്മിറ്റിക്കാരെ സങ്കടപ്പെടുത്തിയില്ല. കാരണം അവര് കുറച്ച് പേരുടെ പ്രവർത്തനം, കുറച്ച് നാളത്തെ ഒരു എഫേർട്ടാണ് അവരത്. അത് നമ്മ കണ്ടില്ല നോക്കിയല്ല. മഴ കഴിഞ്ഞ് പിന്നെ അവര് നമുക്ക് തരുന്ന ഒരു പരിഗണന, സ്നേഹമൊക്കെ ഉണ്ട്. നമുക്ക് തരുന്ന ഒരു ഫുഡായിരുന്നാലും അത്ര ഇതിലാണ് അവരത് കൈകാര്യം ചെയ്ത് വെച്ചിട്ട്. ആ കളി നമ്മളില്ലാതെ മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അത്രയും എക്സ്പെൻസീവ് ആണ് അവർക്ക്. തൃശ്ശൂർ വിട്ട് ഏതൊക്കെ ജില്ലകളിൽ പോയിട്ട്? തൃശ്ശൂര് വിട്ട് ഇപ്പൊ കേറാത്ത ആകെ 3 ജില്ലയുള്ളൂ. പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്. ഈ 3 ജില്ലകളിൽ പോയിട്ടില്ല. ബാക്കി ഒരുവിധം ഇപ്പൊ കയറി. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എറണാകുളത്ത് വന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ പത്തനംതിട്ട, ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചക്കാരാണ് അവിടെ ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ ഇങ്ങനെ വീരനാട്യത്തിലേക്ക് വന്നപ്പോ ഇങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു? വീരനാട്ടിൽ ഫാമിലി. നമ്മുടെ ഫാമിലിയിൽ ആദ്യം എനിക്ക് ഫാമിലിക്കാർക്ക് സത്യം പറഞ്ഞ ആൺകുട്ടികളാണ്, പെൺകുട്ടികളല്ല. അപ്പൊ അവർക്ക് അമ്മ ഡാൻസ് കളിക്കാൻ പോണെന്ന് പറയുമ്പോ ഡാൻസ് അവര് ചിലപ്പോ ചെറുതിലൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ, നമ്മള് കളിച്ചിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മള് വീട്ടിലൊക്കെ വെറുതെ പാട്ടൊക്കെ വെക്കുമ്പോ ഡാൻസ് ഒക്കെ കളിക്കുമ്പോ സപ്പോർട്ടൊക്കെ ചെയ്ത് വെറുതെ ഡാൻസ് അവരൊക്കെ ആയിട്ട് എൻജോയ്മെന്റ് ചെയ്ത് പോയിരുന്നു. അപ്പൊ ഡാൻസ് കളിക്കാൻ ഇറങ്ങുമ്പോ അവരും സത്യത്തിൽ വിചാരിച്ചിട്ടില്ല, ഞാനും സത്യത്തിൽ വിചാരിച്ചിട്ടില്ല ഇത്രയ്ക്കാവുന്ന്. അപ്പൊ അവരുടെ സന്തോഷം, അവര് ഇതുവരെക്കും എന്നോടത്ത് പോണ്ട അല്ലെങ്കിൽ അമ്മ
അത് കളിക്കുന്നത് മോശമായിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ പറയും. അതെന്നെ ഒരു ജോക്ക് പോലെ പറയും, അതപ്പൊ തന്നെ കഴിയും. ഇതുവരെയ്ക്കും ഫാമിലിയാണ് നമ്മളെ സപ്പോർട്ട്. അവരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റൂലല്ലോ. കുട്ടിക്കാലം മുതൽ കലാജീവിതത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു? ഡാൻസ്, പാട്ട്, അതായിരുന്നു എന്റെ ഏറ്റവും അഭിനയം? വലിയ ആഗ്രഹം. ആണോ? അപ്പൊ എങ്ങനെയാ? അപ്പൊ എനിക്ക് തോന്നുന്നു ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ഡാൻസ് പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. തിരുവാതിരക്കളി, ഒപ്പന, സ്കൂളിൽ നമ്മൾ കോമ്പറ്റീഷൻ മത്സര വേദികളിൽ ഒക്കെ പോയിട്ടുണ്ട്. ഹൈസ്കൂൾ തലത്തിലും പോയിട്ടുണ്ട്. ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോ പിന്നെ നമ്മളുടെ കോളേജിലെ ഏറ്റവും വലിയ ഡാൻസ് ഒക്കെ പഠിക്കാൻ അന്നും കൊറിയോഗ്രാഫി ചെയ്തിട്ട് നമ്മള് വേദികളിൽ ചെന്ന് നിൽക്കാറ്. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ ആ ഡിഗ്രി കഴിഞ്ഞപ്പോ വിചാരിച്ചതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഞങ്ങളുടെ ഭാഗത്തും ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, ഉത്സവങ്ങളൊക്കെ വരുമ്പോഴും വീണ്ടും ഞങ്ങൾ അവിടെ ഇതുപോലെ തന്നെ കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തന്നെ വീണ്ടും അവരെ പ്രോത്സാഹിപ്പിക്കും. നമുക്ക് അവിടെ കളിക്കാം, ഇവിടെ കളിക്കാന്ന് പറഞ്ഞ ഒരു ഓണം സെലിബ്രേഷൻ, ഇപ്പൊ ഞങ്ങൾ വെക്കുന്ന പോലെ ഓണം സെലിബ്രേഷൻ, വിഷു, ക്രിസ്തുമസ്, ന്യൂ ഇയർ ഒക്കെ ഞങ്ങൾ തന്നെ ആഘോഷിക്കും. അപ്പൊ അവിടെ ഞങ്ങൾ തന്നെ താരങ്ങൾ, ഞങ്ങൾ തന്നെ പിള്ളേരെ പഠിപ്പിച്ച്, അപ്പൊ അതിങ്ങനെ വിടാണ്ട് ഇങ്ങനെ കയ്യിലുണ്ട്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോ മനസ്സിൽ വരുന്ന എല്ലാ പാട്ടുകൾക്കും ചുവട് വെക്കുമ്പോ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് എന്റെ നല്ല വർഷങ്ങളിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന പാട്ടൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. രാമായണക്കാറ്റൊക്കെ പണ്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ ആ പാട്ടുകളൊക്കെ എടുക്കുമ്പോ ഞങ്ങൾ പണ്ട് കോളേജിൽ കളിക്കുന്ന ഒരു ഓർമ്മ ഉറപ്പായിട്ടും അപ്പൊ ഭയങ്കര സന്തോഷം. ഈ കലാകാരികള് ദൈവതുല്യരാന്ന് പറയാം. അവരുടെ ആ ഒരു കലോട്ടും കെട്ടുപോകില്ല എന്നാണ് പറയാ. വീണ്ടും വീണ്ടും അവരിങ്ങനെ ഉദിച്ചു വരും. അങ്ങനെ ഒന്നാണ് പറഞ്ഞ പോലെ തന്നെ ജാനകിയേച്ചി ഉദിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർക്കിടയിലേക്ക്. അപ്പൊ ചോദിക്കട്ടെ, ഇപ്പൊ കുട്ടിക്കാലത്ത് ഡാൻസ് കളിച്ചിരുന്നു, അഭിനയം എങ്ങനെയാ? താല്പര്യമുള്ള രക്ഷയാണോ? അഭിനയിക്കാൻ ശരി, ഇവരെപ്പോഴും എന്നോട് പറയും കണ്ടന്റ് തീമൊക്കെ ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മൾ വീരനാട്യത്തിൽ ഇപ്പൊ തീമുകളുണ്ട്, ചെയ്യാറുണ്ട്. ഉത്സവ കാലങ്ങളിലാണ് കൂടുതൽ നമ്മൾ തീമുകളൊക്കെ ആയിട്ട് വരാം. തെയ്യം, അതങ്ങനെയുള്ള രൂപങ്ങളൊക്കെ വരുമ്പോ അതിന്റെ ഇടയിൽ ഒരു വെർഷനൊക്കെ ചെയ്യുന്നത് നമ്മൾ സ്വന്തം തന്നെ ആ കണ്ടന്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കും ഉള്ളിൽ. എന്നിട്ടാണ് ഇവരെ ഞാനത് പഠിപ്പിക്കുക. ഇവർക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നതും ഞാൻ തന്നെയാണ്. അത് അഭിനയിക്കാനുള്ള റോൾ ആർക്കെങ്കിലും കൊടുത്താൽ അത് ഇന്നതാണെന്ന് അവരെ മോട്ടിവേഷൻ ചെയ്ത് അതിലേക്ക് എത്തിപ്പിക്കണം. ഒരു അഭിനയില്ലാത്ത കുട്ടികളാണല്ലോ വന്ന് നിൽക്കണത്. അപ്പൊ അവർക്ക് അത് ചെയ്തു കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഞാനാണ് സപ്പോർട്ട് ചെയ്യാം. ഓരോ ഭാഗങ്ങളും ഓരോ ഭാവവ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ അവരെ കൊണ്ട് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവരതിലേക്ക് എത്തിപ്പിച്ച് പരമാവധി എന്നെ കൊണ്ടാവുന്ന ഭാഗങ്ങൾ ഞാനും കൂടി ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ തീം ചെയ്ത് പോരുന്നത്. അത് തിരക്കേറില്ലാതെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടാറുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സമയപരിധി ഉണ്ടല്ലോ. തീം ചെയ്യാനും കണ്ടന്റ് ചെയ്യാനും ഇത്ര ടൈമിങ്ങിലുള്ള അവസാനിപ്പിച്ച് പോകുമല്ലോ. ദീർഘനേരം നമുക്കത് പറ്റൂല. അപ്പൊ ആ ടൈമിങ്ങിൽ ചെയ്തെഴുന്നേറ്റ് പോണം. ഇപ്പൊ അമ്മയും കുഞ്ഞുള്ള ഒരു ഭാഗമാണ്. അവരൊരു അങ്ങനെയാണെങ്കിൽ അവർ ആ ഒരു ഭാഗം അഭിനയിക്കണം, ഇത്ര സമയത്തുള്ള അഭിനയിച്ച് വേറൊരാളായിട്ട് വരണമല്ലോ. അപ്പൊ അതൊക്കെ അതിനിടയിൽ കൂടിയാണ് നടന്നു പോണത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അഭിനയവും കുറച്ച് താല്പര്യമുള്ള പോയിട്ടില്ല. അപ്പോഴൊക്കെ നമുക്ക് നമ്മുടേതായ കളി ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഇപ്പൊ ഒറ്റ വേദിയിലും ജാനകില്ലാതെ കുട്ടികൾക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പല സ്ഥലങ്ങളിൽ നമ്മളില്ലാതെ നമ്മളെ കുട്ടികളെ വരെ ഇങ്ങനെ ജാനകിയേച്ചിനെ കൊണ്ടുവരാണ്ട് നിങ്ങൾ എന്തിനാ വന്നത്, ഇവിടെ കളിക്കണ്ട, പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരെടുത്ത്. ഇവരോട് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജാനകിയേച്ചി ഇല്ലാണ്ട് എന്ത് കളി, ഞങ്ങൾ ആ ചേച്ചിനെ കണ്ടിട്ടല്ലേ കളി ബുക്ക് ചെയ്തത്. ചേച്ചിനെ കൊണ്ട് അപ്പൊ എനിക്ക് 1-2 വർഷം അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു പോവാൻ പറ്റാതെ. അപ്പൊ ഇവര് എന്റെ അടുത്ത് ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ജഡ്ജ്മെന്റിനും എല്ലാത്തിനും പോകണ്ടല്ലോ. ഇതുപോലെ നമ്മള് ഗസ്റ്റ് ആയിട്ടൊക്കെ എന്ത് പരിപാടിക്ക് വേണമെങ്കിൽ പോയിക്കോ, കളി 7 മണിയാകുമ്പോ ഇങ്ങോട്ട് എത്തണം, ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ പറ്റൂല, അവര് സമ്മതിക്കൂല. അപ്പൊ അത്രയ്ക്കൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തില്ലേ, അത് വളരെ സന്തോഷമാണ്. കാരണം നമ്മളില്ലാത്തൊരു വേദി ഇപ്പൊ ജനങ്ങൾക്കായാലും ഭയങ്കര അധികം വിഷമമുള്ള സംഭവമായി മാറി. അപ്പൊ ദൈവത്തിനോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത്രയും എന്നെ ഉയരങ്ങളിൽ എത്തിച്ചത് എപ്പോഴെന്നാലും ഈ വീരനാട്യം. ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ മറ്റു സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആശാനും ശിഷ്യന്മാരും എന്ന് പറഞ്ഞിട്ടാണ് പലരും പോസ്റ്റ് ചെയ്യാറുള്ളത്. ആ ഒരു പവർ അത് ശരിക്കും പറഞ്ഞാൽ ആളുകൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ തന്ന പേര് തന്നെയാണ് ആശാൻ. ഞങ്ങൾ ഇട്ടതല്ല. ഒരു വേദിയിൽ ഇതുപോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ പോലും അറിയാതെയാണ് അവിടുത്തെ അവതാരകൻ എങ്ങനെയോ ആശാന്ന് വിളിച്ചത്. അപ്പൊ കളത്തിനിറങ്ങണേക്കാൾ മുമ്പ് പിന്നത്തെ അനൗൺസ്മെന്റ് ട്രാക്ക് മാറിയപ്പോ ആശാനും പിള്ളേരും ഒറ്റ വൈബിൽ ആള് വിളിച്ചു പറഞ്ഞത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കണ ആൾക്കാർ എല്ലാ യൂട്യൂബേഴ്സ് ഉണ്ട്, നക്ഷത്ര ആശാൻ പിള്ളേരും. പിന്നെ ആ ക്യാപ്ഷൻ പിന്നെ അതായി. എവിടെ ചെന്നാലും സത്യം പറഞ്ഞ ജാനകി ആശാൻ, രഞ്ജിത എന്നുള്ള ഒരു നെയിം പോലും മാറി.
സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതാണ് യഥാർത്ഥ നെയിം രഞ്ജിത. ഓ സത്യം പറഞ്ഞാൽ ഞാൻ ജാനകി എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. അതാണ് ഇൻട്രൊഡക്ഷൻ ചെയ്തപ്പോ തന്നെ ഞാൻ ജാനകിയാണോ നമ്മൾ വന്നിരിക്കുന്നത്. രഞ്ജിത എന്നാണ് പേര് അല്ലെ? യഥാർത്ഥ പേര് മറന്നുപോയി കളിയിൽ വന്നതിന് ശേഷം. ഓക്കെ, പൊതുവെ ഇപ്പൊ കളിക്കുന്ന സമയത്തെ പല ഭക്തിഗാനങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ഈ സാഹചര്യങ്ങൾ പൊതുവെ എനിക്ക് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഒരു കുട്ടിക്ക് ഇതുപോലെ തന്നെ ദേവിയുടെ ഏതൊരു പാട്ടില് ആ കുട്ടിക്ക് ദേവി വരികയോ എന്തോ ചെയ്തിട്ട് ജാനകിച്ച് പിടിച്ച് പുറത്തുകൊണ്ടുപോയി കസേരയിൽ ഇരുത്തുന്ന സീനൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമോ? നമുക്ക് ഇങ്ങനെയുള്ള വേദികളിലൊക്കെ ഇങ്ങനെ ദൈവികമായിട്ടുള്ള ദർശനങ്ങളൊക്കെ ഉണ്ടാവുമോ? അത് ശരിക്കും എന്താ സംഭവിച്ചത്? അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഒരിക്കലും ഒരാളോട്, ഒരു കുട്ടീനോട് അതിലേക്ക് ഇറങ്ങി വരാനൊന്നും, അതായത് ആ വ്യക്തിയായിട്ട് മാറാൻ പറയാറുണ്ട്. ഞാൻ അഭിനയിക്കുമ്പോ അത് ജനങ്ങൾക്ക് കാണുമ്പോ റിയാലിറ്റി വരണം. അല്ലാതെ എന്തിനോ വേണ്ടി അഭിനയിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് മുടിയാട്ടത്തിലാണ്. ആ പറഞ്ഞൊരു കണ്ടിട്ടുണ്ടാവാം, മുടിയാടി കൊച്ചിന്റെ ഒരു ഇത് പോയിട്ട് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു ഭാഗമുണ്ട്. മുടിയാടുന്ന ഒരു സീൻ എന്ന് പറയുമ്പോ പലരും പറഞ്ഞിരുന്നത് അതിന് കുറച്ച് വ്രതം വേണം, കുറച്ച് ഇത് പാട്ടെടുക്കുമ്പോ അങ്ങനത്തെ ഇത് വേണം, അത് അവര് തുള്ളലല്ല ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. മുടിയാട്ടം എന്ന് പറയുമ്പോ ക്ഷേത്രകലയാണ്. അപ്പൊ മുടിയാട്ടത്തിന്റെ പാട്ടെടുക്കുമ്പോ അങ്ങനെയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അതിന്റെ ഗോസിപ്പൊക്കെ ക്ഷേത്രകലയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി വീരനാട്യത്തിൽ കൊണ്ടുവരാറുണ്ടല്ലേ? കൊണ്ടുവരാറുണ്ട്. മുടിയാട്ടം അങ്ങനെ കൊണ്ടുവന്നു, തെയ്യം അങ്ങനെ കൊണ്ടുവന്നു. തെയ്യത്തിന്റെ ഇടയിൽ പിന്നെ മുടിയാട്ടം വന്ന് നിന്നതാണ്. അപ്പൊ ആ കൊച്ചിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിലേ തുടങ്ങി അങ്ങനത്തെ ഒരു ഇതുണ്ട്, അതുണ്ട്. അവരതിന് പോകുന്നവരാണ്. അതായത് സർപ്പക്കാവുകളിലെ തുള്ളപ്പാട്ടുകൾക്കൊക്കെ പോയിരുന്ന് മുടിയാടി തുള്ളുന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് സ്വാഭാവികമായി അത് ചെയ്തപ്പ വന്നതാണ്. അത് അവള് വന്നിട്ടുണ്ടെന്ന് തന്നെ അവള് പറഞ്ഞത്. അപ്പൊ എനിക്കത് പാട്ട് കേട്ടപ്പോൾ പിന്നെ പ്രാക്ടീസ് ടൈമിലും അത് കൊടുത്തു. പിന്നെ അവിടെ എത്തിയപ്പോ സൗണ്ടും നമ്മുടെ എല്ലാവരെയും കൂടിയുള്ള ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഇതും കൂടി ആയപ്പോ കൊച്ചിന് ചെറുതായിട്ട് അത് വന്ന്, അപ്പൊ കൊച്ചിന് ശരിക്കും അത് മുടിയൊക്കെ ആടി ശരിക്കും കറക്റ്റ് ചെയ്ത് വന്നപ്പോ ആടെ ഉള്ളിലേക്ക് ആ ഫീൽ ഇറങ്ങി. നമ്മള് ചോദിച്ചപ്പോ ശരിക്കും വന്നതാണ് മുടിയും ചോദിച്ചപ്പോ അവള് ഓൾറെഡി അങ്ങനെയാ വന്നതാണ്. അത് അവരുടെ ആറ്റിറ്റ്യൂഡാണല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. സപ്പോർട്ട് ചെയ്ത് ഞാനും പറയുന്നത് നമ്മളത് അത് വേണമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവരുന്നതല്ല. അത് ആ കുട്ടികൾക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ചിലവർക്ക് ഒന്നും ഉണ്ടാവൂല, ചിലവർക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. വെറുതെ തുള്ളി കാണിച്ച് മുടിയാടി നമ്മൾ പറയുന്ന സാധനം ചേച്ചി പറഞ്ഞിട്ടുള്ളതാണല്ലോ. ശരിക്കും വിഷ്വല് വരുമ്പോ ഒറിജിനാലിറ്റി വേണമെന്ന് അത് മാത്രം ചിലപ്പോ ചെയ്തു പോയിട്ടുണ്ട്. ഉള്ള ഒരു 5 പേര് ചെയ്തല്ലോ. പക്ഷെ ഒരാൾക്ക് വ്യത്യസ്തമായിട്ട് അങ്ങനെ വന്നു എന്നുള്ള സത്യം എന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ പാട്ടുകളൊക്കെ ഇത്തിരി കേൾക്കാറുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ഒരാളാണോ? ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞ അങ്ങനെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ചെറിയൊരു പാട്ടായാലോ ഇപ്പൊ? തീർച്ചയായിട്ടും ഒന്ന് പാടിക്കോളൂ. ഓക്കെ, കാരണം ഇന്നലെ ഞങ്ങൾക്ക് നല്ലൊരു ആദിവാസി പാട്ടൊക്കെ പാടിത്തന്ന അല്ലെ? ഗംഭീരായിട്ട് പാടി. ആയിക്കോട്ടെ, രണ്ടുപേരും. പൂവാടിയിൽ പൂക്കളിറുത്തു, പൂ പോൽ പൊന്മുത്തു ചിരിച്ചു, മൂന്നിലാടി വറ്റിപ്പറഞ്ഞു, നുണക്കുടി കവിൾ മുട്ടി വിളിച്ചു, നിറനിലാവേ നീ മയങ്ങല്ലേ, പിണങ്ങാനിനി വയല്ലോ പൊന്നേ, എന്നാണു മിന്നാരം മിന്നമിനുങ്ങേ കല്യാണം, ശ്രീദേവനും കാണാൻ കൊതിച്ചൊരു സീതാ കല്യാണം, കല്യാണം കല്യാണം അന്തപുരത്തിലെന്നാളാദം, മിഥിലാപുരി കാണാൻ കൊതിച്ചൊരു സുന്ദര കല്യാണം. പാട്ടൊന്നും ഇടരുന്നിട്ടാ, എന്തെങ്കിലും തെറ്റടങ്ങി പൈത് പുറകെ പഠിച്ചുള്ള പാട്ടൊക്കെ പാടുന്ന. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകരായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പല വേദികളിലും പോകുമ്പോൾ പലതരത്തിലുള്ള ആളുകളാണ്. അവരും ഈ പറഞ്ഞ പോലെ തന്നെ ജാനകി ചേച്ചിക്കൊപ്പം പുറത്ത് ഡാൻസ് കളിക്കാറുണ്ട് പല പ്രേക്ഷകരും അല്ലെ? ഈ ജാനകി എന്ന് പറഞ്ഞു നടക്കുന്ന ആ സംഭവം തന്നെയാണ് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു ചില സാഹചര്യങ്ങളിലെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ജാനകി ചേച്ചിയുടെ ഷോ. ഇതുപോലെ തന്നെ നമ്മുടെ ഒരു വേറൊരു ചാനൽ ലൈവില് ഇടയിൽ നമ്മൾ ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ചെറിയൊരു പ്രശ്നം ആൾക്കാർ തമ്മിലുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ജാനകി അത് ഇടപെടുകയും ആ വഴക്കില്ലാതെ മാറുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതെന്താ ഇങ്ങനെ ശരിക്കും പരിചയമില്ലാത്ത രണ്ടാളുകളെ അപ്പാടായ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റി 5 മിനിറ്റ് കൊണ്ട് വീണ്ടും പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ
ഒരു കളിസ്ഥലത്ത് നമ്മളിതുപോലെ പോയപ്പോ കമ്മിറ്റിക്കാര് തന്നെയായിരുന്നു അത്. കമ്മിറ്റിക്കാര് എവിടെന്നോ ടാഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പയ്യ ഓടി വന്ന് നമ്മുടെ കമ്മിറ്റിയിലുള്ള അതേ പയ്യനെ തന്നെ വീണ്ടും പോയി ഒരു അടി അടിച്ചു ബാക്കിൽ നിന്ന് വന്നിട്ട്. കൊച്ചു കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അടി കുറച്ച് രൂക്ഷമായപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി. ജനങ്ങള് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറ്റുള്ളവര്, ആ കുട്ടിയുടെ പേരൻസ്, റിലേറ്റീവ്സ് എല്ലാവരും വന്ന് ഇടപെട്ടിട്ട് ആകെ പ്രശ്നമാവും. അപ്പൊ നമ്മൾക്ക് ഉണ്ടായിരുന്ന വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളൊക്കെ മാറ്റി. എന്റെ കുട്ടികളെ ഞാൻ സേഫ് ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ കയറി പെട്ടുകഴിഞ്ഞാൽ പണിയാണല്ലോ പെൺകുട്ടികളല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ വിശ്വസിച്ചാണ് എല്ലാ പേരൻസും വരെ വിടുന്നത്. നമ്മുടെ കളിസ്ഥലത്ത് ഒറ്റാണുങ്ങളോ അല്ലെങ്കിൽ പേരൻസോ നമ്മളെ കൂടെ വരാറില്ല. എല്ലാ കളിസ്ഥലത്തും ഞങ്ങൾ തന്നെയാണ് പോയിട്ട് വരുന്നത്. ഇതുവരെയ്ക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നമ്മളുടെ ഒരു ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടം കൊണ്ടായിരിക്കണം ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പുറം ലോകം അതിനെ വേറെയല്ലേ പറയുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ എന്റെ കുട്ടികളെ ഞാൻ സേഫ് ആക്കിയിട്ട് നിങ്ങൾ ആര്യത്തിന്റെ ഉള്ളിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടി ചെന്നിട്ട് അവരെടുത്ത്, നമ്മുടെ അനിയന്മാരാണല്ലോ, നമ്മുടെ മക്കളായിരിക്കാം, അനിയനായിരിക്കാം, അവരുടെ പ്രായമുള്ള പിള്ളേരാണല്ലോ, എടാ തല്ലുപിടിക്കേണ്ടട്ടാ, വെറുതെ മാറി നിൽക്കുന്നിങ്ങ, ഇതിപ്പൊ കഴിയൂലേ പരിപാടി. അപ്പൊ അത് പറഞ്ഞപ്പോ പെട്ടെന്നാണ് ഞാൻ അവരുടെ ഭാഗത്ത് രണ്ടുപേരെയും ഒരേപോലെ രീതിയിൽ എടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് ഇപ്പൊ പോകും, നിങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളും കൂട്ടാവും. പിന്നെ ഇവിടെ നിങ്ങളാണ് ഇപ്പൊ താരങ്ങൾ, വെറുതെ എന്തിനാ വിലയെന്നേലും കളയണം. നമ്മ 5-10 മിനിറ്റ് കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു പോകും. പക്ഷെ ജനങ്ങള് നിങ്ങളെ നാളിഞ്ഞ ഒരു പരിപാടി വെക്കാൻ പോലും സമ്മതിക്കൂടാ, ഇത്ര അലമ്പാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് വേണ്ടടാ, മതിയാടാ, അത് കഴിയില്ല ഇപ്പൊ. ഒരു പെട്ടെന്ന് തന്നെ നോക്കിയപ്പോ എന്നെയാണ് കണ്ടത്, വേറെ ആരും ഒരു ഉൾക്കൊണ്ടില്ല. പരിപാടി സോൾവ് ആയി. അത് ഞാൻ ഇവിടെ നിന്നല്ല, അവിടെ നിന്നല്ല, ഒരുവിധ സ്ഥലത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പിള്ളേരൊക്കെ സേഫ് ആക്കിയിട്ട് ഇങ്ങനെ ചെന്ന് ചോദിക്കും, എന്താണ് പ്രശ്നം, എന്തിനിപ്പോ ഇത് വഴക്കുണ്ടാക്കണേ, പാട്ടിപ്പോ തീരൂലേ, കുറച്ച് ഡാൻസ് അല്ലേ അവര് കളിച്ചോട്ടെ. ഇത് നമ്മുടെ കമ്മിറ്റിക്കാരോടെ അവരൊന്നും താനും തള്ളാനും നിക്കണ്ട, ജനങ്ങളല്ലേ, കുറച്ച് ഡാൻസ് അല്ല അവർ കളിച്ചോട്ടെ, നമ്മൾക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ വരുമ്പോ ഞങ്ങള് പറഞ്ഞോളാം. ഏത് നമ്മളെ മേത്തേക്ക് വല്ല ഇതായിട്ട് വരെ. ശരിക്കും അങ്ങനെ അവര് നമ്മള് ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ വീരനാട്ടി ചെയ്തോണ്ടിരിക്കുമ്പോ ആളുകൾ അതിന്റെ ഇടയിൽ കയറി കളിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് ഉള്ളിൽ കയറി കളിക്കുമ്പോ വെച്ചാൽ ആദ്യം മാലിടുമ്പോഴൊക്കെ നമ്മൾ സ്റ്റെപ്പിൽ നിന്ന് പോകുമല്ലോ, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റെപ്പുകളൊക്കെ ആയിരിക്കും. അപ്പൊ ഒരു ഓടി വന്ന് മാലയൊക്കെ ഇടുമ്പോ കുറച്ച് നേരം നിൽക്കുമ്പോ സന്തോഷിച്ചൊക്കെ നിൽക്കും. മാല എന്ന് പറയുന്ന ഒരു ഉപഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും നിരസിക്കാത്തതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഭയങ്കര അംഗീകാര, എവിടെ നിന്ന് കിട്ടാത്ത അംഗീകാരം, ഹൃദയത്തിൽ നിന്ന് വരണാണ്. ഒരു മാലയില് 100 രൂപയിലും 50 രൂപയ്ക്ക് 20 രൂപയ്ക്കും 10 ആയിരിക്കോട്ടെ. പക്ഷെ അത് ആളൊരു സൂചിയൊക്കെ പോയി കണ്ടെത്തിയിട്ട് വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാനല്ല, ചിലപ്പോ അമ്മമാരുടെ അടുത്ത് നടന്നൊരു സൂചി വെച്ചിട്ടായിരിക്കും, ചിലപ്പോ തപ്പി പഠിച്ച് പറക്കി കുത്തി, ചിലപ്പോ നോട്ടൊക്കെ കീറി മടങ്ങിയൊക്കെ കുരുത്തോല കടന്ന് വലിച്ചു കീറി, ചിലപ്പോ പ്ലാസ്റ്റിക്കിന്റെ വലിയൊക്കെ കോർത്തിട്ടൊക്കെ ആയിരിക്കും വരിക. 20 രൂപയും കൊണ്ടിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോ നമ്മ ഒരിക്കലും അവരെ കണ്ടില്ല എന്ന് അടിക്കാൻ പാടില്ല. കാരണം അവരൊന്നും പ്രിപ്പറേഷൻ ചെയ്ത് വന്നിരിക്കുന്ന ആൾ, ഇന്ന് ആൾക്ക് അത് കൊടുക്കണം. അവർ ഫാൻസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ മുഖം നോക്കാതെ ആയിരിക്കും ചിലവരത് കൊണ്ടുവന്നിടാ. അപ്പൊ നമുക്ക് അതുവരെ തട്ടി കളയാൻ പറ്റില്ല. അപ്പൊ ഈ ഡാൻസിന്റെ ഇടയില് അതൊരു ശല്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എല്ലാരും കൂടി ആടാ എന്ന് പറയുന്നത് കമ്മിറ്റിക്കാർക്ക് റീച്ചും അവരുടെ വീഡിയോസ് വരാനും അവര് ആ പരിപാടി നടത്തിയെന്ന് കാണിക്കാനും വേണ്ടിയിട്ടല്ലേ കൂടുതൽ. അതന്നെ ഞങ്ങൾക്ക് അതൊരു അഭിമാനമുള്ളൂ. ഞങ്ങളെ കുട്ടികൾക്ക് എപ്പോഴും ഞാൻ കൊടുക്കുന്ന ഒരു പാഠം അതാണ്, നമ്മൾ വളരുമ്പോ ഒരിക്കലും അഹങ്കാരികളായി വളരാതിരിക്കുക. അത്രേ ഉള്ളൂ.